നിങ്ങൾക്ക് ഈ ബിരിയാണി കാണുമ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കിയാലോ, ലോക്ക്ഡൗൺ ഡേയ്സിൽ. അപ്പം നമുക്കിങ്ങനെ വെക്കുന്നത് പോയത്. നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി 3 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 7-8 സവാളയും 10-12 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, പച്ചമുളക് സവാളയും പിന്നെ ഒരു 7-8 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ പറയാം. ചിക്കൻ നാടൻ ചിക്കൻ. അടുത്ത നമ്മൾ സവാള തട്ടാൻ പോകുന്നു. സവാള പച്ചമുളക് അരിഞ്ഞ് വെച്ചാൽ മല കണ്ടിട്ടൊക്കെ. ഇനി നമ്മൾ തട്ടാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് തക്കാളി, ടൊമാറ്റോ. ഇനി നമ്മൾ സാധനത്തിന്റെ പേരാണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്. വരുന്നില്ല, അപ്പൂൻ്റെ കയ്യിൽ വരുന്നില്ല. അവിടെ പശു ഇട്ട് ചോദിച്ചിരിക്കുന്നത് അതുകൂടെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ അടുപ്പിന്റെ ഭാഗത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ട് പൊക്കു. അതെ, ഒരു ഹീമാനെ കണക്കാണ് അപ്പു വരുന്നത്. ഇതിൻ്റെ പേരാണ് മിസ്റ്റർ ഇന്ദുചൂടൻ. ഓക്കെ, ഞങ്ങൾ അടുപ്പിൽ വെച്ച് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സംഭവം ലൈറ്റ് എടുത്തു. ഇനി എടുക്കും. ഇനി ഞങ്ങൾ തട്ടിടുന്ന ഉപ്പ് ആവശ്യത്തിന് ഞങ്ങൾ ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് ഇടോ, 3 സ്പൂൺ ഉപ്പ് ഇടോ. 3 സ്പൂൺ ഉപ്പ്, 1 സ്പൂണും കൂടി ഇട്ടോ. ഇനി ഞങ്ങളുടെ മഞ്ഞപ്പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഓക്കെ, മഞ്ഞപ്പൊടി തട്ടി നല്ലോണം ഇളക്കിയിട്ട് നമ്മളിപ്പോൾ അടച്ചു വെക്കാൻ പോകും. അപ്പം നമ്മൾ തുറന്ന് നമ്മളാണെങ്കിൽ ഇനി എല്ലാം കൂടി നമ്മൾ നല്ലോണം യോജിപ്പിക്കേണ്ടതാണ്. ബിരിയാണി വെക്കാൻ അരി കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ബിരിയാണി അരിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന 1.5 കിലോ അരിയാണ്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പട്ടയും ഗ്രാമ്പും ഇട്ട് പിന്നെ നമ്മൾ മല്ലിയില ഇട്ട് സ്റ്റൗ കത്തിച്ച് നമ്മളാണെങ്കിൽ കറുവപ്പട്ടയും മല്ലിയിലയും നെയ്യും ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളയ്ക്കണം. നമ്മൾ ചെയ്ത് വെച്ചതിനകത്ത് നമ്മൾ കുരുമുളക് ഇടുവാണ്. ഇതെല്ലാവരും കണക്കാണ്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല അങ്ങനെ. പിന്നെ ബിരിയാണി മസാല, പിന്നെയാണെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കേണ്ടതാണ്. മസാല നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കുക. അരമുറി നാരങ്ങ വെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നമ്മൾ അരി ഇടുവാണ്. നമ്മൾ അടച്ചു വെക്കുവാണ്. വേവി നമ്മൾ ചോറെടുക്കുവാണ്. തീ ഓഫ് ചെയ്ത് നമ്മൾ മസാലയ്ക്കകത്തോട്ട് ഇടുക. ചോറെല്ലാം നമ്മൾ ഇങ്ങോട്ട് മാറ്റി നമ്മൾ ദമ്മ് ചെയ്യാൻ സെറ്റ് ചെയ്യുകയാണ്. മല്ലിയില ഇട്ട് അടപ്പെടുത്ത് അടച്ച് ദമ്മ റെഡിയായി. നല്ല ചൂടോടെ ദമ്മാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇനിയാണെങ്കിൽ ദമ്മ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ.